ഞാനായിട്ട് നേരിട്ട് ഇത് പിന്നീട് സംസാരിച്ചിട്ടില്ല. ഈ രാഹുലേട്ടനോട് ക്രഷാണെന്നുള്ള കാര്യം എന്നോടും അവന്തിക പറഞ്ഞിട്ടുണ്ട്, വേറെ കുട്ടിയോടും പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയോട് ക്രഷ് തോന്നാം, ആ വ്യക്തി ഇവരുടെ പരിധിയിൽ വന്നില്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ ഇതുപോലത്തെ ഇത്രയും വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചാൽ നടക്കുന്ന കാര്യമാണോ? പലർക്കും പലരോടും ക്രഷൊക്കെ തോന്നാൻ സ്വാഭാവികം. അതുപോലെ ഇപ്പം എന്തായാലും എന്നെ സംസാരിച്ച കുട്ടിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന പുള്ളിയോടും ക്രഷാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ പുള്ളിക്കെതിരെ ആരോപണമായിട്ട് വരുമോ? ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, മെസ്സഞ്ചറിൽ മെസ്സേജ് വരുന്നുണ്ട്, അല്ലാതെ എൻ്റെ നമ്പർ എവിടെ തന്നെ തപ്പിയെടുത്ത് വിളി. ഇപ്പം ഇന്നലെ പിന്നെ കുറേ കോൾ വന്നിട്ടുണ്ട് അവരവരൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ആരും തിരിച്ച് ഞാനും കൂടി അതിൻ്റെ ഒപ്പം നിന്നാൽ മാത്രമല്ലേ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആരെയെങ്കിലും ഏതെങ്കിലും സ്ത്രീകളെ ആരെങ്കിലും എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചതായിട്ട് എവിടെയെങ്കിലും വലിയ വലിയ പീഡനങ്ങൾ, സൂര്യനെല്ലി പീഡനം മുതലുണ്ട്, ആരെങ്കിലും അങ്ങനെ പറഞ്ഞാരെങ്കിലും കൊണ്ടുപോയതായിട്ട് ആർക്കെങ്കിലും അറിയോ? ഇല്ലല്ലോ. ഇവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് അവന്തിക പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം നടന്ന ഈ ഇലക്ഷൻ നടന്ന സമയത്തും ഷാഫിയുടെ ഇലക്ഷന് വടകരയിലും രാഹുലും ഷാഫിയും ഞങ്ങളൊക്കെ എപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളും ഞങ്ങൾ കുടുംബ സംഗമത്തിലും കുടുംബ മീറ്റിങ്ങിലും ഒക്കെ പോയ സമയത്ത് ഞങ്ങളോടൊന്നും സംസാരിക്കാത്തതും അത്രയും അടുത്ത സാഹചര്യമുള്ള സമയത്ത് പോലും ഇങ്ങനെ സംസാരിക്കാത്ത ഒരാൾ എങ്ങനെയാണ് അവന്തികയോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞങ്ങൾ പാലക്കാട് ഇലക്ഷൻ ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, നമ്മുടെ ചാണ്ടിയുമ്മൻ്റെ ഇലക്ഷന് ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ആരോടും ഉണ്ടാകാത്ത ഒരു രീതിയിലുള്ള അത് ബാക്കി സ്ത്രീകളുടെ വിഷയത്തിൽ എനിക്കൊന്നും സംസാരിക്കാനില്ല, അവർ പരാതിയായിട്ട് പോവാം. ഈ അവന്തികയുടെ ഇഷ്യൂ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഈ ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം റേപ്പ് ചെയ്യണമെന്ന് ഹൈദരാബാദിൽ പോകാം, ബാംഗ്ലൂർ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അതിൻ്റെ ഒന്നും തെളിവില്ലാതെ എന്തിന് വെറുതെ ഒരാളുടെ അത് അവന്തികയെ കൊണ്ട് വെളിപ്പെടുത്തിക്കണം. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് അവന്തിക തന്നെ പറയട്ടെ. ആളിപ്പോൾ എന്തായാലും ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മറ്റേ കുട്ടിയോട്, ഞാൻ വേണമെങ്കിൽ എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഞാനൊരു പോസ്റ്റർ ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവന്തിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട്, നീ ചെയ്ത ഭയങ്കര വിവരക്കേടാണ്, മണ്ടത്തരാണ്, ഇങ്ങനെ ഒരാളെക്കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊന്നും ഇല്ലാത്ത കാര്യമല്ലേ എന്ന് ചോദിച്ച സമയത്ത് ഇനി ഞാൻ വേണമെങ്കിൽ ഒരു പോസ്റ്റർ ഇടാം എന്ന് പറയാം അവന്തിക്ക് ഇന്നലെ പറഞ്ഞെന്ന് ആ കുട്ടി പറയുന്ന റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി മനസ്സിലായല്ലോ, ഇത് വേറെ എന്തൊക്കെയോ ലക്ഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷേ ഈ പിരികെറ്റി കൊടുത്തവരാരും ഇപ്പോൾ അവന്തിയുടെ കൂടെ ഇല്ലാത്തൊരവസ്ഥയിലാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ആൾ വീട്ടിൽ നിന്ന് പുറത്തുപോലും ഇറങ്ങാതിരിക്കുകയാണ്. ചാറ്റിങ് നല്ല സുഹൃത്തുക്കളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചാറ്റിങ് വിളിക്കും. ചാറ്റിങ് നല്ല ഫോൺ വിളിക്കാറുണ്ട്, ഫോൺ വിളിച്ചിട്ടുണ്ടല്ലോ, സംസാരിച്ചിട്ടുണ്ട്. രാഹുലേട്ടൻ MLA ആകുന്നതിന് മുന്നേ അവന്തിക രാഹുലേട്ടനായിട്ട് കോൺടാക്റ്റ് ഉള്ള ആളുകളാണ്, നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ. ഇപ്പോഴും സുഹൃത്തുക്കളാണെന്ന് തന്നെ രാഹുലേട്ടൻ പറയുന്നത്.